ഹലോ ആൾ ഡോട്ട് നെറ്റ് കോറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡോട്ട് നെറ്റ് കോറിൻ്റെ പ്രോജക്റ്റ് സ്ട്രക്ചറാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ നമ്മളൊരു പുതിയ പ്രോജക്റ്റിൻ്റെ ബാക്കി ഫോൾഡർ സ്ട്രക്ചറും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റാണിത്. നമ്മളിതിൽ പ്രോജക്റ്റും പ്രോപ്പർട്ടിക്കകത്തുള്ള ലോഞ്ച് സെറ്റിങ്ങും കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അടുത്ത ഫോൾഡറായ www root എന്തിനു വേണ്ടിയുള്ളതാണെന്ന് നോക്കാം. അതായത് നമ്മൾ ഈ www root എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് നമ്മളുടെ പ്രോജക്റ്റിലെ സ്റ്റാറ്റിക് ഫയൽസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റാറ്റിക് ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ CSS ആവാം. നമുക്കിവിടെ ഒരു സാമ്പിൾ CSS ഇവിടെ ഉണ്ട്. അതുപോലെ ഗ്ലോബലായിട്ട് യൂസ് ചെയ്യുന്ന എന്ത് സ്റ്റൈൽസും നമ്മൾ ഈ സൈറ്റ് .css-നകത്തായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ www root-നകത്ത് എന്ത് ഫയൽസാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? നമ്മൾ ഓൺലി സ്റ്റാറ്റിക് ഫയൽസ്. ഏതൊക്കെയാണ് സ്റ്റാറ്റിക് ഫയൽസ്? CSS ആവാം, JS ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈബ്രറീസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജസ് ഉണ്ടെങ്കിൽ ഇമേജ് ഫയൽസ് ആവാം. അങ്ങനെയുള്ള സ്റ്റാറ്റിക് ഫയൽസ് ആയിരിക്കും നമ്മൾ www root ഫോൾഡറിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. കൺട്രോളർ, മോഡൽ, വ്യൂ ഈ 3 ഫോൾഡർ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്ത ഫയല് എന്ന് പറയുന്നത് app-settings.json. സോ ഈ ഫയൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ .NET ഫ്രെയിംവർക്ക് വർക്ക് ചെയ്തിട്ടുള്ളവർക്കറിയാം വെബ് കോൺഫിഗ് ഫയലിൻ്റെ ആവശ്യം. ആ വെബ് കോൺഫിഗ് ഫയലിൻ്റെ സെയിം യൂസേജ് തന്നെയാണ് app-settings.json-ഉം ഉള്ളത്. .NET കോറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ JSON ഫയൽ എന്ന് പറയുന്നത്. പഴയ .NET ഫ്രെയിംവർക്കിലെ വെബ് കോൺഫിഗ് ഫയൽ അറിയാം. അത് XML ഫയലായിരുന്നു. അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് .NET കോറിനകത്ത് ആ കോൺഫിഗ് ഫയലിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് ഒരു JSON ഫയലാക്കി മാറ്റിയിട്ടുണ്ട്. JSON ഫയൽ എന്ന് വെച്ചാൽ ഇതൊരു കീ വാല്യൂ സ്ട്രക്ചർ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ഈ app-setting.json ഫയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? നോർമലായിട്ട് നമുക്ക് കോൺഫിഗറേഷൻസ് സ്റ്റോർ ചെയ്യാനും എന്തെങ്കിലും സീക്രറ്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനും എല്ലാമാണ് നമ്മൾ ഈ app-setting.json ഫയൽ യൂസ് ചെയ്യുന്നത്. കോൺഫിഗറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കണക്ഷൻ സ്ട്രിംഗ് ഉണ്ടെന്ന് വെച്ചോളൂ. നമ്മൾ ആ കണക്ഷൻ സ്ട്രിംഗ് എഴുതുന്നത് എപ്പോഴും നമ്മൾ app-setting.json ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കോമൺ കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഈ app-setting.json-നകത്ത് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ഈ app-setting.json നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫയലൂടെ കാണാം, app-setting.development.json. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ലോഞ്ച് സെറ്റിംഗ് പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് എൻവയോൺമെന്റ് ഉണ്ട്. പല എൻവയോൺമെന്റ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, UAT, QA അങ്ങനെ പല എൻവയോൺമെന്റ് ഉണ്ടായിരിക്കും. നമുക്ക് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് മാത്രമായിട്ട് എന്തെങ്കിലും കോൺഫിഗറേഷൻസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് app-setting.development.json-നകത്ത് സ്റ്റോർ ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡെവലപ്മെന്റിൽ ചെയ്യുമ്പം വേറെ ഡേറ്റാബേസ് ആയിരിക്കും, QAയിൽ വേറെ ഡേറ്റാബേസ് ആയിരിക്കും, പ്രൊഡക്ഷനിൽ വേറെ ഡേറ്റാബേസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഡെവലപ്മെന്റ് കോൺഫിഗറേഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ കോൺഫിഗറേഷൻസ് എല്ലാം നമുക്ക് app.development.json-നകത്ത് നമുക്ക് കോൺഫിഗർ ചെയ്ത് വെച്ചാൽ മതി. എനിക്കിപ്പം QAക്ക് വേണ്ടിയും കൂടെ ഒരു app-setting ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് സൊല്യൂഷൻ ഫയലിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കാം, ആഡ് ന്യൂ ഐറ്റം. നമുക്ക് എന്താണ് വേണ്ടത്? app-setting ഫയലാണ് വേണ്ടത്. app-setting ഫയൽ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ പേര് കൊടുക്കാം, settings.uat.json നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ app-setting ഫയലിന് അഗൻസ്റ്റ് ആയിട്ട് UAT ഒരു app-setting ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഡെവലപ്മെന്റിന് അഗൻസ്റ്റ് ഉള്ള കോൺഫിഗറേഷൻ നമുക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന app-setting ഫയലിനകത്ത് ആഡ് ചെയ്യാം. UATക്ക് അഗൻസ്റ്റ് ഉള്ള കോൺഫിഗറേഷൻ നമുക്ക് UATക്ക് അഗൻസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ UATക്ക് വേണ്ടിയിട്ട് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചേഞ്ച് ചെയ്താൽ മതി? നമ്മൾ ലോഞ്ച് സെറ്റിങ്ങിൽ പോയിട്ട് നമുക്ക് ഡെവലപ്മെന്റ് എന്നുള്ളത് മാറ്റിയിട്ട് UAT എന്നുള്ള എൻവയോൺമെന്റ് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് ബൈ ഡിഫാൾട്ട് UAT എന്ന് പറയുന്ന ആപ്പ് സെറ്റിങ്സ് റീഡ് ചെയ്തോളൂ. ഒരു പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ